പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഉണർത്തുന്നത്. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ നമ്മുടെ നാവുകൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവുകയേ ഇല്ല. ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പഠിപ്പിച്ചിട്ടുള്ള പെങ്ങളെ, കളവ് പ്രചരിപ്പിക്കുന്നതായ സഹോദരി, നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ നിന്റെ നാവ് നിനക്ക് എതിരായി സാക്ഷിപത്രമാകുകയാണ്. നിന്റെ നാവ് സംസാരിക്കാനുള്ള അവസരമില്ല. ഈ ദുനിയാവിൽ കളവ് പ്രചരിപ്പിച്ചവനല്ലേ, ഈ ദുനിയാവിൽ നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിലകൊണ്ടവരല്ലേ. കള്ള കേസിൽ കൊടുക്കുമ്പോ എന്നെ ഇതിൽ കുടുക്കിയെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾ ഉണ്ടാക്കിയവരല്ലയോ. കള്ള സാക്ഷികളെ കൊണ്ടുവന്ന് നിലത്തിയവരല്ലേ. കോടതിയിൽ നിന്ന് വളരെ പുഷ്പം പോലെ ജാമ്യം വാങ്ങിച്ച് ഇറങ്ങിയതായ ആളുകളല്ലേ, സഹോദരിമാരല്ലേ. ആഖിറത്തിൽ രക്ഷയില്ല, രക്ഷയില്ല. നിന്റെ നാവുകൾക്ക് അല്ലാഹു സീൽ ചെയ്യുകയാണ്. ഒരു മനുഷ്യനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ശേഷിയില്ല. അന്ന് നാവുകൾക്ക് സീലാണ്, സീലാണ്. ഇന്ന് ഈ നാവ് കൊണ്ട് അടിച്ച് സംസാരിക്കുമ്പോ ഇതിലൂടെ ഒരു ഭാഷയുണ്ടാകുന്നു. ഈ മൈക്കിലൂടെ, സ്പീക്കറിലൂടെ കേൾക്കുന്നതായ വടുതലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, അന്ന് ഈ നാവിട്ട് അടിക്കാൻ സാധിക്കില്ല. അടിച്ചാൽ ഈ കൈകൊണ്ട് ചലിക്കുന്നത് പോലെ കേവലം ചലനം മാത്രമാണ്. ഇതിലൂടെ ഒരു ശബ്ദം ഉണ്ടാവുകയില്ല, ഇതിലൂടെ ഒരു ഭാഷയെ ഉണ്ടാവുകയില്ല. നാളെ റബ്ബിന്റെ മുന്നിൽ സംസാരിക്കുന്നത് കൈകളാണ്, കൈകളാണ്. ഈ നാവിന്റെ സംസാര ഭാഷ അല്ലാഹു കൈകൾക്ക് നൽകുകയാണ്, നൽകുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്, വതുകല്ലിമുനാ ഐദീഹിം. നമ്മളോട് സംസാരിക്കുന്നത് കൈകളാണ്. മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും വലത് കൈ വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്. ഇവൻ നമസ്കരിച്ചവനാണ്, ഇവൻ നോമ്പ് നോറ്റവനാണ്, ഇവൻ സക്കാത്ത് കൊടുത്തവനാണ്, ഇവൾ ഹജ്ജ് ചെയ്തവളാണ്, ഇവൾ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവരാണ്, ഇവർ റമദാനിനെ വരവേറ്റുകൊണ്ട് ഇബാദത്തിൽ ആർജവം കാണിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിന്നവരാണ്, ഖൽബിനെ ശുദ്ധീകരിച്ച് നടത്തിയവരാണ്, ജനങ്ങളോട് വെറുപ്പില്ലാതെ നടന്നവരാണ്, ഖുർആൻ ഓതിക്കൊണ്ട് രാപ്പകൽ അധ്വാനിച്ചവരാണ്, റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങിയവരാണ്, നോമ്പുകൾ പരിപൂർണമായി നോറ്റുവീട്ടിയവരാണ്, പരിശുദ്ധമായ റമദാനിൽ നമസ്കാരങ്ങളെ ഗൗനിച്ചവരാണ്, പാവപ്പെട്ടവരെ നോമ്പ് തുറപ്പിച്ചവരാണ്, സുഹൃതങ്ങൾക്ക് വഴിമാറി സഞ്ചരിച്ചവരാ. എല്ലാ കാര്യങ്ങളും പരിപൂർണമായി പരിഗണിച്ചുകൊണ്ട് നിലകൊണ്ടവരാണെന്ന് നിന്റെ വലത് കൈ വിളിച്ചു പറയുമ്പോ, നിന്റെ കൈ വിളിച്ചു പറഞ്ഞ നന്മകൾക്ക് മുഴുവനും സാക്ഷിപത്രമാകുന്നത് നിന്റെ വലത് കാലിന്റെ തുടയല്ലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ നീ ചെയ്തിട്ടുള്ള സകല നീചവൃത്യങ്ങളും അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നത് നിന്റെ ഇടത് കൈയാണ്, കൈയാണ്. ഇന്ന് നിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും നിലകൊണ്ട കൈകളല്ലേ. രാത്രിയിൽ ചാറ്റിങ്ങിന് വേണ്ടി ഉറക്കമൊഴിച്ച് നിലനിർത്തിയതായ വിരലുകളല്ലേ. നാളെ ഈ വിരലുകൾ നിനക്ക് എതിരായി അല്ലാഹു എന്റെ മുന്നിൽ സാക്ഷിയാണ്, സാക്ഷിയാണ്. അല്ലാഹുവോട് പറയും, അല്ലാഹുവേ, റമദാൻ വന്നിട്ട് പോലും അതിന്റെ മുന്നൊരുക്ക മജ്‌ലിസിൽ പോലും ദഅവത്തുൽ ഇസ്ലാം സംഘം നടത്തിയ മതവിജ്ഞാന വേദിയിൽ പോലും വന്നിരുന്നിട്ട് ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിട്ടവരാണ് അല്ലാ. നമസ്കാരത്തെ ശ്രദ്ധിക്കാത്തവരാണ് അല്ലാ. അതിനോട് അലസത വെച്ച് നിലകൊണ്ടവരാണ് അല്ലാ. ഖുർആൻ ഓതാതെ കള്ളു കുടിച്ചുകൊണ്ട് വിചരിച്ചുകൊണ്ട് ലെസ്ബിയനായി, ഗേയായി ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവരാണ് അല്ലാ. ഈ കൈകൾ പടച്ച റബ്ബിന്റെ മുന്നിൽ വിളിച്ചു പറയുമ്പോ വതശഹദു അർജുലുഹു, അവരുടെ ഇടത് കാല് അവർക്ക് ഈ പ്രതികൂലമായി സാക്ഷി നിൽക്കുകയാണ്. ശരിയാണ് അല്ലാ, ഞാൻ സാക്ഷിയാണ് അല്ലാ. അന റകിബുൽ ഹറാം. നമ്മുടെ കാലുകൾ അല്ലാഹുവിനോട് എതിരായ സാക്ഷി പറയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അവ്വല മാ യതകല്ലമു മിനൽ ഇൻസാൻ, ഇന്ന അവ്വല മാ യതകല്ലമു മിനൽ അഖ്ലിൽ ഇൻസാൻ യൗമ യുഖതമുൽ അഫ്വാഹ്.
തളവായകൾക്ക് സീല് വെക്കപ്പെടുന്നതായ ദിവസം മനുഷ്യന്റെ ശരീരത്തിൽ ആദ്യമായി അവനെതിരെ സാക്ഷി പറയുന്നതായ അവയവം തശ്ഹദു അളമു ഫഖദിഹിൽ യുസ്റാ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. മഹ്ശറിൽ നടക്കുന്ന സംഭവം യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ഒരാൾ പോലെ തുണയില്ലാത്ത സ്ഥലമല്ലയോ മഹ്ശറ. വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരനില്ല, സഹോദരിയില്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ഒരാൾ പോലും നിനക്ക് രക്ഷയ്ക്കില്ലാത്തതാകുന്ന സ്ഥലമാണ്. അവനവന് സ്വന്തം വിചാരണയെ നേരിടുകയാണ്. അല്ലാഹുവേ പടച്ചറപ്പേ, ആ സമയത്ത് ഞങ്ങൾക്ക് നീ രക്ഷാ കവചമായി ഈ സദസ്സ് നീ നൽകണേ അല്ലാഹ്. നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു മാറ്റൊലി ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്ക മജ്‌ലിസാണ് നമ്മുടെ. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ ഒന്നിൽ കേന്ദ്രീകരിച്ചത് നമ്മുടെ സമയത്തെ ബന്ധിച്ചിട്ടാണ്. സമയത്ത് നിർത്തണമെന്നുള്ള ഒരു ആഹ്വാനം പ്രത്യേകിച്ച് ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് പാലിക്കണമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നമ്മൾ സമയത്തെ മാനിച്ച് നിർത്താൻ അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. റജബുൽ തത്ഹീരിൽ ബദൻ, റജബ് മാസം നമ്മൾ നന്നാക്കേണ്ടത് ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. എങ്ങനെയാ ശരീരത്തെ മെയിൻ ചെയ്യുക? നിസ്കരിച്ചിട്ടാണ്. നിസ്കാരം കറക്റ്റ്. ശഅബാൻ മാസത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹൃദയത്തെ നന്നാക്കിക്കൊണ്ടാണ്. ഹൃദയം ഒരാളോടും വെറുപ്പ് വേണ്ട, ഉദ്ദേശം വേണ്ട, വൈര്യം വേണ്ട, എല്ലാവരോടും വെറുപ്പ് മാറ്റി വെക്കാം. വെറുപ്പുകൊണ്ടൊന്നും ഒരിക്കലും ഗുണമുണ്ടാവൂല. അസൂയ, പക, വിദ്വേഷം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരോടും സ്നേഹിക്കുക, ഒരാളോടും വെറുക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും എല്ലാവരും പരസ്പര സ്നേഹത്തിൽ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. എങ്കിൽ റമളാനിൽ നമുക്ക് റൂഹിനെ, ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ പറ്റും നോമ്പിലൂടെ. റമളാനുൽ തത്ഹീർ റൂഹ്, ആത്മാവിനെ നന്നാക്കേണ്ട മാസമാണ് റമളാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ശരീരത്തെ നിസ്കാരത്തിലൂടെ റെഡിയാക്കി നമ്മുടെ മനസ്സിനെ നന്നാക്കണം ഖുർആനോത്തിലൂടെ. രണ്ട് കാര്യങ്ങൾ കൊണ്ട് മനസ്സ് ക്ലിയർ ആവുമെന്നാണ്. ഒന്ന് ഖുർആൻ ഓതിയാൽ, മറ്റൊന്ന് സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടായാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ സ്വഹാബത്തിന്റെ ശൈലി, ഇദാ ദഖല ശഅബാനു ഇൻകബു അലൽ മസാഹിഫ്, മുസഹഫിന്റെ മേൽ കമിഴ്ന്നു കിടക്കുന്ന എന്ന് പറഞ്ഞാൽ യഖറഊനൽ ഖുർആന മറാത്തിൻ ബഅദ മറാത്തിൻ, ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതും. റമളാനിലല്ല, എപ്പോ? ശഅബാനിൽ തന്നെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഇതുവരെ ഖുർആൻ തൊട്ടിട്ടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ മുസഹഫ് ശരിക്കും എടുത്ത് ഓതുക, നല്ലതുപോലെ ഓതുക. ഈ മാസത്തിൽ ഖത്മ് തീർക്കാൻ ഇപ്പോഴേ പരിശ്രമിക്കുക. അപ്പോൾ ഹൃദയം തെളിയും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നതായ ആളുകളെ ആഖിറം നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യുന്നവരെ നിങ്ങൾ മുനാഫിക്കാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബത്തിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അവസാന കാലഘട്ടത്തിൽ ജനങ്ങളെ ഫിത്നയിലാക്കാൻ വരുന്ന ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മേൽ ഭയക്കുന്നത്, ദജ്ജാലിനേക്കാൾ ഭയക്കുന്നത് അശ്ശിർകുൽ ഖഫിയു, രഹസ്യമായ ശിർക്കാണ്, പങ്കു ചേർക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രഹസ്യമായ അല്ലാഹുവിനോടുള്ള ആരാധനയിലുള്ള പങ്കു ചേർക്കലാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ അവസാന കാലഘട്ടത്തിലെ ഫിത്നയായി റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് ദജ്ജാലിന്റെ ഫിത്ന. അതുകൊണ്ടാണല്ലോ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ വിശ്വാസിനികളും ആ ദജ്ജാലിനെ തൊട്ട് കാവൽ തേടാറില്ലയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ.
ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ജീവിതത്തിലും മരണാസന്ന വേളയിലുമുള്ളതാകുന്ന ഫിത്നകളെ തൊട്ട് കാവൽ തേടുന്നതിനോടൊപ്പം അവസാനമായി കാവൽ തേടാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഈ ദജ്ജാലിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാമിൻ നബിയിൻ ഇല്ലാ വഖദ് അൻവറ ഖൗമഹു അനിൽ മസീഹി ദജ്ജാൽ. ലോകത്ത് കടന്നു വന്നിട്ടുള്ളതായ എല്ലാ അംബിയാ മുർസലീങ്ങളും ദജ്ജാലിനെ കുറിച്ച് അവരുടെ സമുദായത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. അവസാന കാലഘട്ടത്തിൽ മുത്തുനബിയുടെ കാലത്ത് വരുന്നതായ അഥവാ നബി തങ്ങളുടേതാകുന്ന സമുദായത്തിൽ വരുന്നതായ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അംബിയാ മുർസലീങ്ങളും അവരുടെ മതാകുന്ന സമുദായത്തോട് മുന്നറിയിപ്പ് നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് അത്രയേറെ ഫിത്ന വരുത്തുന്ന വ്യക്തിയാണ് ദജ്ജാൽ. അവനെ കുറിച്ച് അറിയൽ നിർബന്ധമാണ്. ആ ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് നബി തങ്ങൾ കടന്നു വന്നിട്ട് പറയുകയാണ്, സ്വഹാബ, ഈ ദജ്ജാലിനേക്കാൾ കൂടുതൽ ഫിത്ന നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഒരു കാലഘട്ടം കടന്നു വരും. അന്ന് ജനങ്ങൾക്കിടയിൽ അവർ ചെയ്യുന്നതാകുന്ന അമലുകളിൽ പാളിച്ചയുണ്ടാകുമേ. അശ്റുകുൽ ഖഫിയു, രഹസ്യമായി അല്ലാഹുവിനോടുള്ള പങ്കു ചേർത്തുള്ള ആരാധനയാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, വമശ്റുകുൽ ഖഫിയു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് ഈ ശിർകുൽ ഖഫിയ്, രഹസ്യമായ ശിർക്ക് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശിർകുൽ ഖഫി എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി അവൻ നമസ്കരിക്കുന്നുണ്ട്, മറ്റൊരാൾ അവന്റെ നമസ്കാരം കാണുമ്പോ ആ നമസ്കാരത്തിനെ മോടി പിടിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതിനെ കൂടുതൽ നന്നാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ, ആളുകൾ കാണാൻ വേണ്ടിയുള്ള അമൽ ചെയ്യലായി മാറിയാൽ അത് അല്ലാഹുവിനോടുള്ള ആരാധനയിൽ പങ്കു ചേർത്തുള്ള ആരാധനയാണ്. ദജ്ജാലിനേക്കാൾ വലിയ നാശമാണ് അതുകൊണ്ടുണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിൽ അതല്ലേ? ഇന്ന് എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പോക്കുന്നുണ്ട്, എല്ലാ കാര്യവും വിളിച്ചു പറയാൻ. ഞാൻ 10 ഉംറ ചെയ്തു, 4 ഉംറ ചെയ്തു, അങ്ങനെ ചെയ്തു, കഅബയുടെ കില്ല എങ്ങനെ പിടിച്ചു, അതെങ്ങനെ പിടിച്ചു, ഖുർആൻ അങ്ങനെ ഓതി, രാത്രി നിന്നുകൊണ്ട് ഓതി, എല്ലാം പറയാൻ. 70,000 ദിക്ർ ചൊല്ലി, 40,000 ഖത്ത് ഓതി, ഒക്കെ അങ്ങനെ വെളിപ്പെടുത്തുക. എന്തെങ്കിലും ചെയ്തെങ്കിൽ അവിടെ കടക്കല്ല, എല്ലാവരെയും അറിയിക്കുക, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു. തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോ അങ്ങനെ കണ്ടു. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നുള്ളത് നൈസായിട്ട് അങ്ങ് അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ അമലിനെ പറ്റി പറയൽ ഇത് ദജ്ജാൽ വരുന്നതിനേക്കാൾ വലിയ നാശമുണ്ടാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വമാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അല്ലാഹുവിനെ കുറിച്ച് ഇവർ ഓർക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? കുറഞ്ഞ സമയം മാത്രം. നമ്മൾ എത്ര നേരമാണ് ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, എത്ര നേരം അല്ലാഹയെ ഓർക്കുന്നുണ്ട്? ആകെ ഓർക്കുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരം പോലും ശ്രദ്ധയില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. നിസ്കാരത്തിൽ വളരെ ഭയഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമസ്കാരത്തെ ഗൗരവിക്കുന്നതായ സത്യവിശ്വാസികളെ അവർ വിജയിച്ചവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനോട് അലസത വെച്ചാൽ ഈ കോലത്തിലാകും. മുനാഫിക്കീങ്ങളാവും. മുനാഫിക്കായാലോ മുനാഫിക്കീങ്ങളുടെ അവസാനം എവിടെയാണ് അവരെത്തുക? അല്ലാഹ്. ഇന്നൽ മുനാഫിഖീൻ ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ വലാ തജിദ ലഹും നസീറാ. കപട വിശ്വാസികളായ ആളുകൾ, നമസ്കാരത്തെ അലസത വെക്കുന്നതായ ആളുകൾ, ആളുകളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നതായ ആളുകൾ, കുറഞ്ഞ സമയം മാത്രം അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ചുകൊണ്ട് വേഗം നമസ്കാരത്തെ ചുരുക്കുന്നതായ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും മുനാഫിക്കീങ്ങളാണ്. ആ മുനാഫിക്കീങ്ങൾ എവിടെയാണ് എത്തിച്ചേരുക? അല്ലാഹു ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ.
നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് അവർക്കാണുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ, അവരെ സഹായിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. കാക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യാസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة، إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ലോകം മുഴുവനും തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ, കള്ളിലേക്കും വ്യഭിചാരത്തിലേക്കും അശ്ലീലതയിലേക്കും ജനങ്ങൾ മുഴുകുമ്പോ, സ്വന്തം മാതാപിതാക്കളെ പോലും ജീവൻ നൽകിയതിന്റെ പേരിൽ കൊടുവാൾ കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ട് കൊലപ്പെടുത്തുന്നതായ മക്കളുണ്ടാകുമ്പോ, ലഹരിയിലേക്ക് മക്കൾ പരിപൂർണമായി ആർമാദിക്കുമ്പോ, ഇതാ ലോകാവസാനത്തിന്റെ വിളിയാളവുമായി കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലോ, വയക്സുറുൽ ഹർജു, അവസാന കാലഘട്ടമാകുമ്പോ കൊലപാതകങ്ങൾ അധികരിക്കുമേ. സ്വന്തം മാതാവിനെ, പിതാവിനെ, സഹോദരനെ, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, കൂട്ടുമക്കളെ, കൊച്ചുമക്കളെ കൊല്ലുകയാണ്. എവിടെ നോക്കിയാലും ഏതെല്ലാം പത്രമാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാലും പരിപൂർണമായി കേൾക്കുന്നത് കൊലപാതകമാണ്. അല്ലാ അവസാന കാലഘട്ടമാകുമ്പോ കള്ളുകുടി അധികരിക്കുമത്രേ, കൊലപാതകം അധികരിക്കുമേ, വ്യഭിചാരം അധികരിക്കുമേ. ഇതെല്ലാം അധികരിച്ചുകൊണ്ട് മുന്നേറുമ്പോ ഇതാ ലോകാവസാനത്തിലേക്കുള്ള വിളിയാളമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് വരുമ്പോ ജനങ്ങൾ മുഴുവനും പേടിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ ജനങ്ങൾ മുഴുവനും മരിക്കുകയാണ്. മൂന്നാമത്തെ ഊത്തിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യാസിലൂൻ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്ന് ഇതാ ജനങ്ങൾ ഇതാ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഓരോ പ്രവാചകന്മാരുടെ കീഴിലായി അതത് സമുദായക്കാർ മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ. അല്ലാ إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂറന്ന കാഹളത്തില് ഒരൊറ്റ അട്ടഹാസമാണ്, ഒരൊറ്റ ശബ്ദത്തിന്റെ കോലാഹലമാണ്. അതിലൂടെ ജനങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് സഫ് സഫായി കടന്നു വരുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ
لا ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന വരാനിരിക്കുന്നതായ ഏതെല്ലാം മനുഷ്യരുണ്ടോ, സത്യവിശ്വാസികളുണ്ടോ, അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന തലമാണല്ലോ മഹ്ശറ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞു പോയതുമാകുന്ന ജനകോടികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. അവിടേക്ക് ഇതാ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈ ലോകത്ത് കടന്നു വന്ന വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ മലായികത്തുകളും സഫ് സഫായി അല്ലാഹുവിന്റെ മുന്നിൽ അണിനിരക്കുന്ന സ്ഥലമാണ്. ഖബർ പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നതായ മനുഷ്യർ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? ആരാണ് നല്ല നിർദ്രയിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണ്? അപ്പോഴാണ് മറുപടി നൽകുന്നത്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഈ ലോകത്ത് പടച്ച റബ്ബിനെ കൃത്യമായി ആരാധന നിർവഹിച്ച് 5 വഖത്ത് കൃത്യമായി ജമാഅത്ത് ശീലിച്ചതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുഅ്മിനുണ്ടോ, അവ്വൽ വഖത്തിൽ കൃത്യമായി നമസ്കരിച്ചതായ ഏതൊരു ഉമ്മയുണ്ടോ, ചെറുപ്പക്കാരികളുണ്ടോ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, സിനിമ കാണാതെ, സീരിയൽ ദർശിക്കാതെ, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോകാതെ അല്ലാഹുവിലേക്ക് തിരിച്ചതായ ഏതൊരു സത്യവിശ്വാസി വിശ്വാസിനിയുണ്ടോ, അവർക്കിതാ വാഗ്ദാനം നൽകപ്പെട്ട ദിവസമാണ്, സ്വർഗം നൽകുന്ന ദിവസമാണ്. കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടവരെ, കൈകൾ കൊണ്ട് ഹറാമ് പിടിച്ചവരെ, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നവരെ, ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിച്ചവരെ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവരെ, നിങ്ങൾക്കും ഇതാ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ദിവസമാണ്. ഇന്ന് നരകം നൽകുന്ന ദിവസമാണ്. കള്ളു കുടിച്ചവരല്ലേ, വ്യഭിചരിച്ചവളല്ലേ, സിനിമ കണ്ടവരല്ലേ, സീരിയൽ ദർശിച്ചവരല്ലേ, റീൽസ് കളിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ, സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടവരല്ലേ, അവരെ അവഗണിച്ചവരല്ലേ, സ്വന്തം മക്കൾക്ക് കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തം കാര്യം നോക്കി നടന്ന് അടിച്ചു പൊളിച്ചതാകുന്ന രക്ഷിതാക്കളല്ലേ, അല്ലാഹു ആകുന്ന റഹ്മാനായ പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്ത ദിനമാണ്. അമ്പിയാക്കൾ സത്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ ദിവസമാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരും, എല്ലാവരും റബ്ബിന്റെ മുന്നിൽ വരും. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാതൻ മുതഅമ്മിദാ, ആരെങ്കിലും നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിൻ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ വാതിൽമേൽ അവന്റെ നാമം അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്നെ കാത്തിരിക്കുന്ന നരകം, ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇതാ നിന്റെ പേരതിൽ രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ വാതിൽക്കൽ തന്നെ പേരെഴുതി വെച്ചിരിക്കാം, നിസ്കാരമില്ലാത്തവന്റെ പേര്. ബാബാ ഇങ്ങോട്ട് കടന്നു. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. നരകാവകാശികളായ ആളുകൾ നാളെ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടത് കണ്ടിട്ട് സത്യവിശ്വാസികളായ നാട്ടുകാർ, കൂട്ടുകാർ, ബന്ധുക്കൾ അവരെ കാണുമ്പോ, അവരെ നരകത്തിൽ കിടക്കുന്നതായ ഹാജിയാരെ കാണുമ്പോ, നരകത്തിൽ കിടക്കുന്ന ഹജ്ജുമ്മയെ, അതാ പ്രായം ചെന്നതാകുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ കാണുമ്പോ, സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ ചോദിക്കും, മാ സലകകും ഫീ സഖർ, ഈ നരകത്തിൽ നിങ്ങൾ എന്തേ പ്രവേശിക്കാനുള്ള കാരണം? നിങ്ങൾ വലിയ ആബിദത്താണെന്നായിരുന്നല്ലോ പറഞ്ഞത്, നിങ്ങൾ നല്ല സാലിഹത്തായിരുന്നല്ലോ ഉമ്മ. അപ്പോൾ അവർ മറുപടി നൽകും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ,
ഞങ്ങൾ നിസ്കാരം ഉപേക്ഷിച്ചവരായിരുന്നു, ഞങ്ങൾ നിസ്കരിക്കാത്തവരായിരുന്നു. ബാക്കിയൊക്കെ ഉണ്ട്. 3 ഹജ്ജ് 4 ഉംറ ഒക്കെ ചെയ്ത് വലിയ സംഭവമായിട്ട് നടന്നാണ്. നിസ്കാരത്തിന്റെ വിഷയത്തെ മാറി നിന്നിരുന്നു. നിസ്കരിക്കാൻ വരുമ്പോൾ കടയിൽ പോയി തന്നെ ഇരിക്കും കച്ചവടക്കാർ, പുറത്തിറങ്ങൂല. ജുമഅയ്ക്ക് പോലും ഇറങ്ങാത്ത ആളുകൾ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ അവർക്ക് നൽകുന്ന നരകം, ആ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട് അവർ അവിടെ നിന്നുകൊണ്ട് വിലപിച്ചു പറയും, ലം നകും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലേക്ക് ഇട്ടത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് റമദാൻ വരെയാണ്, നല്ലതുപോലെ നിസ്കരിക്കാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കണം. ഒരൊറ്റ വഖത്ത് പോലും ഒഴിവാകരുത്. അവിടെ നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവൂല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ. ഈ ദുനിയാവിൽ നിനക്ക് ശുപാർശ ചെയ്ത് നിന്നെ രക്ഷപ്പെടുത്തിയതായ കൂട്ടുകാരുണ്ടാകും, നാട്ടുകാരുണ്ടാകും, അഡ്വക്കറ്റുണ്ടാകും, നിനക്ക് എല്ലാവിധ സഹായങ്ങൾ ചെയ്തിട്ടുള്ളതായ ആളുകളുണ്ടാകും. ഒരാൾ പോലും നിന്നെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ മഹ്ശറയിൽ ഉണ്ടാവുകയേ ഇല്ല. അവരുടെ ശുപാർശയൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ വില പോകുകയില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഒന്നും വില പോകില്ല. അവിടെ ദുനിയാവിൽ നിനക്ക് കൂട്ടുകാരുണ്ട്, ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് ഒരാളുണ്ട്, പണത്തിന്റെ സ്വാധീനമുള്ള ആളുകളുണ്ട്, ഒരുപാട് അഡ്വക്കറ്റിനെ അറിയാം, പോലീസുകാരുമായിട്ട് വലിയ ബന്ധമാണ്, ഉദ്യോഗസ്ഥരായിട്ട് ബന്ധമാണ്. ഇവിടെ നീ എങ്ങനെ തരികടൊക്കെ കാണിച്ചൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അവിടെ ഒരു രക്ഷയും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് ജാമ്യം എടുത്തരാൻ ഒരു മനുഷ്യനില്ല. അതാണ് ഖുർആൻ പറയുന്നത്. ഒരാളുടെ ജാമ്യം സ്വീകരിക്കുകയുമില്ല, വർത്താനം പറയാൻ പോലും പറ്റൂല. പിന്നല്ലേ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഈ ദുനിയാവിൽ അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്തുകയും അവളുമായി ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തുകയും ചെയ്തിട്ടുള്ളതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് കയറി പിടിച്ചതാകുന്ന ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, സഹോദരനുണ്ടോ, ആഖിറത്തിൽ നാളെ വരുന്നത് യൗമൽ ഖിയാമ വയദാഹു മഗ്ലൂലതു ഇലാ ഉനുഖിഹി. അവന്റെ 2 കൈകളും പെരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട നിലയിലാണ്. ഈ ദുനിയാവിലെ നമസ്കാരമോ ഇല്ല, ഇബാദത്തുകളോ ശ്രദ്ധയില്ല. അന്യ പെണ്ണുമായിട്ടുള്ളതാകുന്ന ചാറ്റിംഗ് ആണ്, അവളുമായിട്ടുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയാണ്. അഥവാ കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിച്ചവനാണ്, കണ്ണുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നോക്കിയവനാണ്, കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നവളാണ്. സ്വന്തം ഭർത്താവ് അറിയാതെ ശരീരത്തിൻ്റെതാകുന്ന ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയവരില്ലേ? സ്വന്തം ഭാര്യ പോലും അറിയാതെ ശരീരത്തിൻ്റെതാകുന്ന ആകാര സൗഷ്ഠവങ്ങൾ മറ്റുള്ളതാകുന്ന പരസ്ത്രീകൾക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളതാകുന്ന പുരുഷന്മാരില്ലയോ? ഈ ദുനിയാവിന്റെ ആലസ്യതയിൽ മുഴുകി ജീവിക്കുന്നതായ ചെറുപ്പക്കാരില്ലേ? വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ അന്യതാകുന്ന സ്ത്രീകളുമായി പരിചയം വെച്ചിട്ട് അവരുമായി മോശപ്പെട്ട രീതിയിൽ റതിക്രേടയിൽ ശരീരത്തെ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, പുണ്യമാക്കപ്പെട്ട റമദാനിതാ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. തൗബ ചെയ്യാനുള്ള അവസരമാണ്. പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് തൗബ ചെയ്യണേ, ഇല്ലെങ്കിൽ ആഖിറം നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലോക ജനത മുഴുവനും ഒരുമിച്ച് കൂടിക്കുന്നതായ മഹ്ശറ, ഒരാൾ പോലും തുണ തരാത്തതാകുന്ന മഹ്ശറ, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സ്വന്തം സമ്പത്തോ അധികാരമോ സമ്പന്നരാകുന്ന മക്കളോ ഒരാൾ പോലും നിന്നെ രക്ഷപ്പെടുത്താത്ത സ്ഥലമാണ് മഹ്ശറ. അവിടെ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഹൃദയം ക്ലീൻ ആവണേ, നന്നാവണേ. അല്ലാഹുവിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് തൗബ ചെയ്യണേ, ഇല്ലെങ്കിൽ രക്ഷയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നമൻ വലഅ യദഹു അലംറഅ ലാ തഹില്ലു ലഹു ബിശഹ്വാ
വികാര വിചാരത്തോടുകൂടി നിനക്ക് അനുവദിക്കപ്പെടാത്തതാകുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കൈ പോയിട്ടുണ്ട് എങ്കിൽ അത് ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ ഏതെങ്കിലും ബസ് സ്റ്റോപ്പുകളിൽ വെച്ചുകൊണ്ട് അന്യ പെണ്ണിനെ സ്പർശിച്ചതാകട്ടെ ഏതെങ്കിലും കട ഒഴിഞ്ഞിരിക്കുമ്പോ ആ കടയിലേക്ക് കൊണ്ടുപോയിട്ടാകട്ടെ ഹോട്ടലിലാകട്ടെ മോട്ടലിലാകട്ടെ ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടായിരുന്നാലും നീ ചെയ്തതാകുന്ന നീചവൃത്തിക്ക് അല്ലാഹു നിനക്ക് നൽകുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നാളെ മഹശറയിലേക്ക് അവനും അവളും കടന്നു വരുന്ന കോലമാണ്. രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടാണ് അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരിക. തീർന്നില്ല അള്ളാന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്. അന്യ പെണ്ണുമായിട്ട് ചുംബനം നടത്തിയിട്ടുണ്ട് എങ്കിൽ വാലന്റൈൻസ് ദിനം ഇതാ കടന്നു വരികയാണ്. ഫെബ്രുവരി 14 കടന്നു വരുമ്പോ അന്യ പെണ്ണിനിതാ പൂക്കൾ കൈമാറുകയാണ്. അതിനുവേണ്ടി 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങി തയ്യാറായി ഫെബ്രുവരി 7 മുതൽ 14 വരെയുള്ള ദിവസങ്ങൾ ആഘോഷ പൊലിമകൾ തീർത്തതാകുന്ന മുസ്ലിമീങ്ങളില്ലേ? റോസ് ഡേ കണ്ടുപിടിച്ച പാശ്ചാത്യരുടെ പിറകെ സഞ്ചരിച്ചതാകുന്ന മുസ്ലിമീങ്ങളില്ലയോ? പ്രപ്പോസ് ഡേ കണ്ടുപിടിച്ചതാകുന്ന ദിവസങ്ങളിൽ ഫെബ്രുവരി 9 അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതായ മക്കളില്ലേ? 10 ദിവസങ്ങളിൽ കളിപ്പാവ് കൊടുത്തുകൊണ്ട് സ്നേഹ കൈമാറ്റം നടത്തിയവരില്ലേ? 11 ദിവസങ്ങളിൽ പ്രോമിസ് ചെയ്തുകൊണ്ട് തന്റെ കാമുകന്റെ കൈക്കടിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞവരില്ലേ? 12 ദിവസങ്ങളിൽ കിസ് ചെയ്തുകൊണ്ട് ഫെബ്രുവരി 14 കിസ് ഡേ ആഘോഷിച്ചവരില്ലേ? ഫെബ്രുവരി 13 ദിവസങ്ങളിൽ ഹഗ് ചെയ്തുകൊണ്ട് കാമുകിയുമായിട്ടുള്ള പ്രണയരാഗത്തിന്റെ തിമിറപ്പിൽ നിലകൊണ്ടവരില്ലേ? ഫെബ്രുവരി 14 ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കൾ കൈമാറി ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെടുക വരെ ചെയ്തിട്ടുള്ള എത്രയോ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ആഖിറം നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പാശ്ചാത്യ നിന്റെ കൈവെള്ളയിലേക്ക് നിന്നെ നശിപ്പിക്കാൻ നൽകിയതായ ഈ ദിവസങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ദിവസങ്ങളുടെ പിറകെ ഓടിയതാകുന്ന മുസ്ലിമീങ്ങളെ, നല്ല രാവുകളെ ഗൗനിക്കാതെ ബറാത്ത് രാവുകളെ എഴുതി തള്ളിയവരെ, മിഅ്റാജിന്റെ രാവുകളെ നിഷ്ഫലമാക്കിയവരെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ വേണ്ട എന്ന് കരുതിയവരെ, റമളാനിനെ നഷ്ടപ്പെടുത്തിയ ഉമ്മ, റമളാനിന്റെ പവിത്രതയെ ഹരിച്ചതായ ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് റമളാൻ കഴിഞ്ഞാൽ എടുത്തുപിടിത്തിരുന്ന ഈ പുണ്യമാക്കപ്പെട്ട ബറക്കത്തിന്റെ മാസത്തിൽ വാലന്റൈൻസ് ദിനങ്ങളെ ആഘോഷ പൊലിമയിൽ കണ്ടുകൊണ്ട് കാമുകന്മാരുമായി വേഴ്ച നടത്താൻ തുനിതരായ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇൻ ഖബലഹാ, നീ അവളെ ചുംബിച്ചു കഴിഞ്ഞാൽ ഉരിളത് ശഫതാഹു ബിമിഖറളിന്നാർ, നരകത്തിൻ്റെതാകുന്ന തീജ്വാലകളിൽ പടർത്തപ്പെട്ടതായ, നരകം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ, നരകത്തിനാൽ പടക്കപ്പെട്ടതായ കത്രി കൊണ്ട് അവരുടെ ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ച് മാറ്റുമേ. തീർന്നില്ല. ഫൈൻ സനാബിഹാ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വന്തം ഭർത്താവ് അറിയാത്ത കാമുകന്മാരുമായി ശരീരത്തെ പണയം വെച്ചതായ പെങ്ങളെ, സ്വന്തം ഭാര്യ അറിയാതെ പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ള ചെറുപ്പക്കാരാ, അന്യ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തശഹദു അലമു ഫഖദിഹിൽ യുസ്റാ, നാളെ പടച്ച തമ്പുരാന് ദർബാറിൽ മരണാനന്തര ജീവിതത്തിൽ മരിച്ചതിന് ശേഷം ഖബർ കഴിഞ്ഞ മഹ്ശറയിലേക്ക് എത്തുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തോടുകൂടി മഹ്ശറയിലേക്ക് ജനനിബിഡമായി എത്തുമ്പോ അവിടെ വെച്ചുകൊണ്ട് കോടാനുകോടി മലായികത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട്, കോടിക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യുമ്പോ നിന്റെ ഇടതുകാലിന്റെ തുടയല്ല അല്ലാഹുവിനോട് പറയുമത്രേ, അനറകിബുതുൽ ഹറാം, അനറകിബുതുൽ ഹറാം,
അല്ലാഹുവേ പടച്ചറബേ, എന്റെ ഈ തൊടഭാഗം അന്യരാകുന്ന പെണ്ണുമായി ചേർന്ന് നിന്നതാണ് അല്ലാ. ഞാൻ അന്യ പെണ്ണിന്റെ പൃഷ്ഠത്തിലേക്ക്, അവളുടേതാകുന്ന തുടയിലേക്ക് എന്റെ ഈ തൊടഭാഗം ചേർത്ത് വെച്ചിട്ടുണ്ട് അല്ലാ. അന്യ പുരുഷനിലേക്ക് ചേർന്നതാകുന്ന ഭാഗമാണ് അല്ലാ എന്നീ തൊടഭാഗം വിളിച്ചു പറയുമേ എന്ന് നബിയോനാ ശഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ